കൗൺസിലർമാരുടെ ഡൽഹി യാത്ര ബി.ജെ.പി. ഫണ്ട് ഉപയോഗിച്ചാണെന്നും അല്ലാതെ കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചല്ലെന്നും സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ. കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യേണ്ട കാര്യമില്ലെന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവർ മൂഢസ്വർഗത്തിലാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. നാടിനു വേണ്ടിയാണ് യാത്രയെന്നും തിരുവനന്തപുരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബി.ജെ.പിയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് അത് പോകുന്നത്. കോർപ്പറേഷൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ച് പോകുന്നില്ല. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള മേയർമാരും കഴിഞ്ഞ CPM-ൻ്റെ ഭരണസമിതികൾ നടത്തിയിട്ടുള്ള ദൂർത്തടിയൊന്നും ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ടാകില്ല. മേയറുടെ നേതൃത്വത്തിൽ പോയിട്ടുള്ളത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ പോകാൻ പോകുന്നത് ഇത് ബി.ജെ.പിയുടെ പരിപാടിയാണ്. ബി.ജെ.പിയുടെ ഫണ്ട് ഉപയോഗിച്ച് പോകുന്നതാണ്. ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച ചെയ്യാനാണ്, നാടിന് വേണ്ടി പോകുന്നതാണ്. ഇത് ബി.ജെ.പിക്ക് വേണ്ടി മാത്രം പോകുന്നതല്ല. ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ ചർച്ചകൾ അവിടെ നടക്കും. കേന്ദ്രമന്ത്രിമാരായിട്ടും ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചൊക്കെ നടക്കുന്നത് ഈ നാടിൻ്റെ ഗുണകരമായിട്ടുള്ള തീരുമാനം എടുക്കുന്ന യോഗങ്ങളാണ്. അതിനെ കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ബി.ജെ.പിയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പോകുന്നു. ഞാനും ഇതറിഞ്ഞു. ഇതൊക്കെ CPM-ൻ്റെയും മറ്റ് പാർട്ടിയുടെയും ബി.ജെ.പി. എതിർക്കുന്നവരുടെയൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ അവർ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് കാണൂ. ഇത് വിഡ്ഢികളുടെ ലോകത്താണ് അവർ നിൽക്കുന്നത്. മംഗലത്ത് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, കൗൺസിലർമാരുടെ ഡൽഹി യാത്ര പൂർണ്ണമായും ബി.ജെ.പി. ഫണ്ട് ഉപയോഗിച്ചാണ് എന്നാണ് സിറ്റി ജില്ലാ പ്രസിഡന്റായ കരമന ജയൻ വ്യക്തമാക്കുന്നത്. മറിച്ചുള്ള ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിയുടെ വലിയ വിജയത്തിന് ശേഷം ബി.ജെ.പി. മേയർ വരുന്നു, കൗൺസിലർമാരെല്ലാം വരുന്നു, വലിയ വിജയം സ്വന്തമാക്കുന്നു. ഇതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ കൗൺസിലർമാരെ എല്ലാവരെയും ഇത്തരത്തിൽ വലിയൊരു ചരിത്ര വിജയം സമ്മാനിച്ച കൗൺസിലർമാരെ ഡൽഹിക്ക് ക്ഷണിക്കുകയും സർക്കാരത്തിൽ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ CPM കോൺഗ്രസ് ഭാഗങ്ങളിൽ നിന്നും രൂക്ഷമായ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നത്. കൗൺസിലർമാരും മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് യാത്ര ചെയ്തത് അത് കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നും കാശെടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് എന്നടക്കമുള്ള പ്രചരണങ്ങൾ കുപ്രചരണങ്ങളെല്ലാം വ്യാപകമായി നടക്കുന്നുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയ വഴിയും ഇത്തരത്തിൽ പ്രചരണങ്ങൾ ശക്തമാക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPM ഹാൻഡിലുകളിലെല്ലാം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ബി.ജെ.പി. യാത്ര ചെയ്തിരിക്കുന്നത്, ബി.ജെ.പിയുടെ കൗൺസിലർമാർ യാത്ര ചെയ്തിരിക്കുന്നത് ബി.ജെ.പിയുടെ പരിപാടിക്കാണ്. അത് ബി.ജെ.പിയുടെ ഫണ്ട് പൂർണ്ണമായും ബി.ജെ.പിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തിരിക്കുന്നത്, അല്ലാതെ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടല്ല. അങ്ങനെ യാത്ര ചെയ്തതും അങ്ങനെ യാത്ര നടത്തിയതുമെല്ലാം മുൻ ഭരണസമിതി, അതായത് CPM-ലെ മുൻ ഭരണസമിതി ആര്യ രാജേന്ദ്രൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങളായിരുന്നു. ആര്യ രാജേന്ദ്രനും കൗൺസിലർമാരും അടക്കമുള്ളവരായിരുന്നു അങ്ങനെ യാത്ര ചെയ്തത്. ബി.ജെ.പിക്ക് അത്തരത്തിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ബി.ജെ.പിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ബി.ജെ.പിക്ക് ഫണ്ടുണ്ട്, അതിൽ ആണ് യാത്ര ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇത് കേവലം ഒരു യാത്ര മാത്രമല്ല, കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ അനന്തപുരിയുടെ നഗരത്തിൻ്റെ വികസനങ്ങൾ സാധ്യമാക്കുന്ന യാത്രയാണ് ഈ 50 കൗൺസിലർമാരും പോയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പോയത്. യാത്ര ചെന്നെത്തി യോഗത്തിൽ പങ്കെടുക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും അതിനുശേഷം കേന്ദ്രമന്ത്രിമാരും അടക്കം കൂടിക്കാഴ്ചകൾ നടക്കും. തിരുവനന്തപുരത്ത് എന്തൊക്കെ വികസനങ്ങളാണോ സാധ്യമാക്കേണ്ടത് ആ വികസന കാര്യങ്ങളിലടക്കം ചർച്ചകൾ നടക്കും. അതിനുശേഷം എന്തൊക്കെ വികസനങ്ങളാണോ കൊണ്ടുവരേണ്ടത് അതെല്ലാം നടത്തും. അതിനു വേണ്ടിയിട്ടാണ് കൗൺസിലർമാർ പോയിരിക്കുന്നത്, അല്ലാതെ വെറുതെ പോയതല്ല. അതുമാത്രമല്ല, ഇത്തരം കാര്യങ്ങൾക്ക് ബി.ജെ.പിയുടേതായ ഫണ്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് പോയത്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള അതായത് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ബി.ജെ.പിയെ അധിക്ഷേപിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ CPM കോൺഗ്രസ് ഭാഗങ്ങളിലെല്ലാം നടക്കുന്ന പ്രചരണങ്ങൾ നടക്കുന്നത്. ഈ പ്രചരണങ്ങൾ നടത്തുന്നവരെല്ലാം മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്. ബി.ജെ.പിയുടെ രീതിയിൽ തന്നെ ഭരണം മുന്നേറ്റവുമായി പോകും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ബി.ജെ.പി. മേയർ വി രാജേഷ് മേയറായതിനു ശേഷം നിരവധി കാര്യങ്ങളാണ് നടത്തിയത്. തെരുവുനായ വിഷയത്തിലായാലും ശരി, മാലിന്യ വിഷയത്തിലായാലും ശരി, അത് അമ്പരപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പല ഭാഗങ്ങളിലും ഇതുവരെ ഈ നഗരസഭയുടെ പല ഭാഗങ്ങളിൽ നിന്നും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അനുമോദനങ്ങൾ ഉണ്ടാകുന്നു. കാരണം ഇത്തരത്തിൽ ഭരണം കൈയാളാൻ അറിയാവുന്ന ഒരാൾ വരേണ്ടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ള മേയർമാരാണ് വരേണ്ടത്, ഇങ്ങനെയുള്ള ഭരണാധികാരികളാണ് തലസ്ഥാനത്ത് ഉണ്ടാകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും
പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ പേരെടുക്കാൻ വി രാജേഷിന് കഴിഞ്ഞു. മാത്രമല്ല ഇത്തരത്തിൽ വികസനങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു നഗരസഭയെ ചലിപ്പിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതെല്ലാം വലിയ രീതിയിൽ അസൂയ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് CPM കോൺഗ്രസ് ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ശരി പ്രശാന്ത്, എന്തായാലും കൗൺസിലർമാരുടെ ഡൽഹി യാത്ര BJP ഫണ്ട് ഉപയോഗിച്ചാണെന്നും അല്ലാതെ കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചല്ല എന്നുമാണ് സിറ്റി ജില്ലാ പ്രസിഡന്റായ കരമന ജയൻ പറയുന്നത്. കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യേണ്ട കാര്യമില്ലെന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവർ മൂഢസ്വർഗത്തിലാണെന്നും കരമന ജയൻ പറഞ്ഞു. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.